കോട്ടയത്ത് വിവിധയിടങ്ങളിലായി 7 ഇടങ്ങളിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. കോടിമത പെട്രോൾ പമ്പിന് സമീപം മണ്ണിട്ട് നികത്തിയ 1 ഏക്കറോളം സ്ഥലത്തെ കാടിനാണ് പ്രധാനമായും തീപിടിച്ചത്. കോട്ടയത്ത് നിന്നും അഗ്നിശമന സേന എത്തി തീ അണയ്ക്കുകയും ചെയ്തു. പെട്രോൾ പമ്പിലേക്കും സമീപത്തെ മറ്റ് കെട്ടിടങ്ങളിലേക്കും തീ പടരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായി മാറിയത്. 3 ഫയർ എഞ്ചിനുകളുടെ സഹായത്തോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞതും. ഇന്നലെ 12-നായിരുന്നു ഈ സംഭവം നടന്നത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ പ്രദീപ്, രഞ്ജു കൃഷ്ണൻ, രഞ്ജു മോൻ, അജയ് കുമാർ, രഞ്ജിത്ത്, അജിത് അബാസി, സ്വാഗത്, സാഹിൽ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് തീ പ്രധാനമായും നിയന്ത്രണ വിധേയമാക്കിയത്. പുതുപ്പള്ളി പൂമറ്റത്ത് റബ്ബർ തോട്ടത്തിലെ 20 സെന്റ് സ്ഥലത്ത് അടിക്കാട് കത്തി നശിക്കുകയുണ്ടായി. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ 2ാമത്തെ പ്രദേശമായി കോട്ടയം മാറിയിരിക്കുകയാണ്. ചൂട് കൂടിയ സാഹചര്യത്തിൽ ജലാശയങ്ങളിലെ വെള്ളം വറ്റി തുടങ്ങുകയും ചെയ്തു. മാത്രമല്ല, വിവിധ കാർഷിക വിളകളെയും ഇത് കാര്യമായി ബാധിക്കുകയുണ്ടായി. ജനുവരി 23 മുതൽ 27 വരെ 1.6 ഡിഗ്രി മുതൽ 3.6 ഡിഗ്രി വരെയാണ് താപനില പ്രധാനമായും വർദ്ധിച്ചത്. ജനുവരി 24-ന് 36.5 ഡിഗ്രി താപനിലയാണ് കോട്ടയത്ത് രേഖപ്പെടുത്തിയിരുന്നത്. 27-ന് 37 ഡിഗ്രിയായിരുന്നു കോട്ടയത്തെ താപനില. സാധാരണ താപനിലയിൽ നിന്ന് 3.6 ഡിഗ്രിയുടെ വർധനമാണ് പ്രധാനമായും ഉണ്ടായത്. ഭൂഗർഭജലത്തിന്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നിലനിൽക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ്. ഇതിന്റെ കൂട്ടിച്ചേരലാണ് അന്തരീക്ഷത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്ന അമിതമായ ചൂടെന്നത്. താൽക്കാലികമായി പരിഹാരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറവാണ് യഥാർത്ഥത്തിൽ. ആരോഗ്യകരമായ സംരക്ഷണങ്ങൾ സ്വീകരിക്കുക എന്നതല്ലാതെ ചൂടിനെ നേരിടാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ വളരെയധികം ആവശ്യമാണ്. മഴവെള്ള സംരക്ഷണവും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ചെയ്യുവാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങൾ. നിലവിൽ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് കൂടുതലും വർദ്ധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും ഉയർന്നേക്കാമെന്നാണ് നിലവിലെ സൂചന. മധ്യവേനൽ എത്താറാകുന്നതിന് മുമ്പ് ചൂട് ക്രമാതീതമായി ഉയരുന്നത് വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്.